ഊളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കൊമിയൻസോ 2026 എന്ന പേരിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. പരിപാടി AIET ട്രസ്റ്റ് ചെയർമാൻ അബ്ദുള്ള വയലോളി ഉദ്ഘാടനം ചെയ്തു. ധാരാളം കഥകൾ നിങ്ങളുമായി പറയാൻ എനിക്ക് സാധിക്കും. ഞങ്ങൾ വർഷങ്ങളായി ഇതിൻ്റെ പിറകിലുണ്ട്. ഇനിയും കൂടുതൽ പുരോഗതിയിലേക്ക് ഈ ക്യാമ്പസിനെയും പഠന നിലവാരത്തിനെയും അതുപോലെ അച്ചടക്കത്തെയും ഡിസിപ്ലിൻ എങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാം, അവർ വ്യതിചലിച്ചു പോകാതെ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ, സമൂഹം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവരെ എങ്ങനെയൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള നിരന്തര ശ്രമത്തിൻ്റെ ഒന്നാമത്തെ പടിയാണ് ഇത്. ക്യാമ്പസിൽ നിയമങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് നിർദ്ദേശിച്ച നിയമങ്ങളുണ്ട്. അത് അതിലംഘിക്കാൻ പാടില്ല. അതൊരു ബാലപാഠം എന്ന നിലക്ക് അഡ്മിഷൻ സമയത്ത് തന്നെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരോടും സത്യവാങ്മൂലം എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. കുറേ ആളുകൾ കൂടുമ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് വരുമ്പോഴാണ് ശണ്ടകൾ ഉണ്ടാവുക. അതിനേക്ക് തുനിയരുത്. ഈ നെല്ലിക്ക് ധാരാളം കഥ പറയാനുണ്ട്. ഒരു സുന്ദരമായ നെല്ലിയുടെ മരം കാണുന്നില്ല നിങ്ങൾ? ആ നെല്ലിക്ക് സുന്ദരമായ കഥകൾ പറയാനുണ്ട്. എല്ലാ ദിവസവും അതിങ്ങനെ നമ്മളെ കാണുകയാണ്. അതുമായി നമുക്ക് സംവദിക്കാൻ കഴിയും. അതുപോലെ മറ്റു പല സംഗതികളുമുണ്ട് ക്യാമ്പസ്. അപ്പോൾ നിങ്ങളതൊക്കെ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ മറ്റ് നിങ്ങൾ ഇതുവരെ പഠിച്ച +2 പോലെയൊന്നുമല്ല. ഇവിടെ എല്ലാ കലകളുടെ ഒരു കലവറയാണ് കോളേജ്. എല്ലാ കലകളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പാഠ്യങ്ങൾ പഠിക്കുക. എല്ലാറ്റിനും ഇവിടെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വളർന്നു വരാനുള്ള കായിക മേഖലയായാലും മറ്റേത് മേഖലയായാലും, പാട്ടായാലും കവിതയായാലും ഡാൻസായാലും നൃത്തമായാലും ഒക്കെ ഇവിടെ. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറായ PMA ഗഫൂർ മുഖ്യാതിഥിയായി. ഒരു പ്രതീക്ഷ വേണം. എല്ലാ ദിവസവും ഓട്ടിസം ബാധിച്ച കുട്ടിയുള്ള ഒരമ്മ, എനിക്കറിയണ അമ്മയാണ്. കുട്ടിക്ക് ഓട്ടിസമാണ്. ഓട്ടിസം അറിയാമല്ലോ, സുഖമില്ല അല്ലേ? എന്നാലും ഈ അമ്മ എല്ലാ ദിവസവും രാവിലെ എന്താ ചെയ്യാന്നറിയാം? കുട്ടിയെ വന്നിട്ട് ഇങ്ങനെ പുതപ്പ് പൊക്കിയിട്ട് നോക്കും. എന്താ നോക്കണമെന്നറിയാം? എൻ്റെ കുട്ടിയുടെ അസുഖം മാറിയോ? അസുഖം മാറുമോ? മാറൂല. അമ്മക്കറിയാം, അമ്മയ്ക്കും അറിയാം, അമ്മക്കതറിയാം. എന്നിട്ടും ഇങ്ങനെ നോക്കണത് എന്തിനാണെന്നറിയാം? ഒരു പനിയോ ജലദോഷമോ ഒക്കെ പോലെയുള്ള ഒരു അസുഖമേ എൻ്റെ കുട്ടിക്കുള്ളൂ എന്ന് അമ്മ സ്വയം പറയാം. മാറിയിട്ടില്ല, അസുഖം മാറിയിട്ടില്ല നമുക്ക് മനസ്സിലാവുമ്പോൾ അമ്മ എന്താ ചെയ്യാന്നറിയാം? നിറയെ ഉമ്മ കൊടുക്കും. ആ അമ്മയ്ക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ എന്താണെന്നറിയാം? അസുഖം മാറും എന്നുള്ളൊരു പ്രതീക്ഷ. ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ അമ്മയോട് നമുക്ക് ചോദിക്കാവുന്ന ഏറ്റവും ക്രൂരമായ ചോദ്യം എന്താണെന്നറിയോ? ഓട്ടിസം ഉള്ളൊരു കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ, അവരോട് ചോദിക്കാവുന്ന ഏറ്റവും ക്രൂരമായ ചോദ്യം കുട്ടിക്ക് എത്ര വയസ്സായി എന്നുള്ള ചോദ്യം. ഒരിക്കലും ചോദിക്കരുത്. കാരണം ആ അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം എന്തായിരിക്കും? ആ കുട്ടിയുടെ അതേ പ്രായമുള്ള മറ്റു കുട്ടികളുടെ അത്ര എൻ്റെ കുട്ടി എത്തിയില്ലല്ലോ, ആയില്ലല്ലോ. ഈ സങ്കടമാണ് ആ അമ്മയുടെ ഉള്ളിൽ നിറയെ ഉണ്ടാവുക. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കാനേ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതാ, ആ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കാരണം ആ അമ്മ സ്വയം കണ്ടെത്താണ്. ആരും കൊണ്ടുവന്ന് കൊടുക്കുന്നല്ല. പിടിച്ചു നിൽക്കാനൊരു കാരണം നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. എടാ, ആരും അത് കൊണ്ടുവന്നിരുന്നില്ല. ആ കാരണമാണ് എന്ത്? നമ്മുടെ സ്വപ്നങ്ങൾ. പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മധുസൂദനൻ MK അധ്യക്ഷത വഹിച്ചു. അറിവ് മാത്രം ലക്ഷ്യമാക്കി കടന്നു വരരുത്. തിരിച്ചറിവിന്റെ പാഠങ്ങൾ കൂടി സ്വായത്തമാക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് നിങ്ങൾ അധ്യാപകരുടെ, കോളേജിന്റെ, മാനേജ്മെന്റിന്റെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതിന് നിങ്ങളെ സഹായിക്കേണ്ടത് നിങ്ങൾ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അച്ഛനും അമ്മയും നിങ്ങളുടെ ബന്ധുക്കളുമാണ്. നിങ്ങളും കുട്ടികളും ഞങ്ങളും അടങ്ങുന്ന ഒരു ത്രയം അല്ലെങ്കിൽ ഒരു സമന്വയമാണ്
നിങ്ങളുടെ മക്കളുടെ ഭാവി തീരുമാനിക്കുന്ന സംശയവും അക്കാര്യത്തിലില്ല. AIET ട്രസ്റ്റ് സെക്രട്ടറി കുഞ്ഞബ്ദുള്ള മരുന്നോളി, ജനറൽ സെക്രട്ടറി ഇസ്മായിൽ പൊയിൽ, CMC ചെയർമാൻ ഖാദർ ഹാജി, AIET ട്രഷറർ അഹമ്മദ് ഹാജി TTK, വൈസ് പ്രസിഡന്റ് അബൂബക്കർ ഹാജി KK, കോളേജ് സൂപ്രണ്ട് ബാലകൃഷ്ണൻ നമ്പ്യാർ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ഈ അധ്യയന വർഷത്തേക്കുള്ള വിവിധ പത്രങ്ങളുടെ സ്പോൺസർഷിപ്പും നടന്നു. PhD കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ജുബിന റോസ, ഡോക്ടർ മുഹമ്മദ് പനച്ചിക്കോൽ എന്നിവരെയും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഷിംജിത്ത് മൂലയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി അഫ്ന ഹമീദ് നന്ദി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.